ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കാതെ ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ആണവധാരണ ഉടൻ ഉണ്ടായില്ലെങ്കിലും ഹോർമൂസ് പൂർണ്ണമായും തുറന്നാൽ വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ട്രംപ് സമ്മതിച്ചതായി സൂചനകൾ പുറത്തുവന്നിരുന്നു. ഇറാൻ US 15 ധാരണ പൂർണ്ണമായും തള്ളിക്കളയുന്നതായാണ് ക്യാബിനറ്റ് യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്നിടത്തോളം ഇറാനെ ആണവായുധം ശേഖരിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആണവധാരണയിൽ എത്തിയില്ലെങ്കിലും ഹോർമൂസ് തുറന്നാൽ വെടിനിർത്തൽ ആകാമെന്ന് ട്രംപ് സൂചന നൽകിയതായി പുറത്തുവന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി. בבית הלבן. אני מאוד מעריך את השותפות ההיסטורית עם ארצות הברית נגד הניסיונות של איראן להתחמש בנשק גרעיני. ואני רוצה להדגיש שוב, עם הסכם או בלי הסכם, כל עוד אני ראש ממשלה, לאיראן לא יהיה נשק גרעיני. כי הקיום של המדינה היקרה שלנו, המדינה של כולנו, קיום של ישראל אינו עומד למשא ומתן. പശ്ചിമേഷ്യയിലും പുറത്തുമുള്ള രാജ്യങ്ങളെ ആക്രമിച്ച ഇറാൻ ഇസ്രായേലിനെതിരെ ഇതുവരെ തിരിഞ്ഞിട്ടില്ല. കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യം ഉള്ളതിനാലാണ് ഇറാൻ സാഹസത്തിന് മുതിരാത്തത്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കാതെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് നെതന്യാഹു. ലെബനനിലും ഭീകരതയോടുള്ള പോരാട്ടം ശക്തമായി ഇസ്രായേൽ തുടരും. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് പ്രഥമ പരിഗണന എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജനം.